നടി അൻസിബ ഹസനെതിരെ കടുത്ത നീക്കവുമായി അഭിനേതാക്കളുടെ സംഘടന അമ്മ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ നൽകി സംഘടനയെ തകർക്കാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി അൻസിബയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 17-ാം തീയതിക്ക് മുമ്പ് മറുപടി നൽകിയില്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് മുന്നറിയിപ്പ്. ലിഡിയ ജേക്കബ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഡിയ, അൻസിബ ഉയർത്തിയ ആരോപണങ്ങൾ അത് ഈ പോലീസ് പരാതി വരെ എത്തി നിൽക്കുന്നു. അതിന്റെ വിശദാംശങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ അഭിനേതാക്കളുടെ സംഘടന അമ്മ ഈ അൻസിബയ്ക്കെതിരെ നടപടിയെടുക്കും എന്നറിയുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ നൽകിയതാണ് വലിയ പ്രശ്നമായി അമ്മ കാണുന്നത്. അനൂപ, തീർച്ചയായും അതുതന്നെയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചതാണ് നിലവിൽ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അമ്മ കടക്കാൻ കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ ഒരു പ്രശ്നം കുറച്ചു നാളുകളായി വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രത്യാരോപണങ്ങൾ നടക്കുകയാണ്. അതിനിടയിലാണ് അമ്മ അൻസിബയ്ക്കെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ അമ്മയുടെ പേര് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. അമ്മയുടെ ആ ഒരു പ്രതിച്ഛായയ്ക്ക്, സംഘടനയുടെ പ്രതിച്ഛായയ്ക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചതിനാണ് ഇപ്പോൾ നടപടി എന്നുള്ളതാണ്. കാരണം കാണിക്കൽ നോട്ടീസാണ് അൻസിബയ്ക്ക് നൽകിയിരിക്കുന്നത്. ഈ വ്യക്തമായിട്ടുള്ള മറുപടി ഉടൻ നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഈ മാസം 17-ാം തീയതിക്ക് മുൻപാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകേണ്ടത്. അത് വ്യക്തമായി തന്നെ നൽകണമെന്നും ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 3-ാം തീയതി നടത്തിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, കടുത്ത നീക്കത്തിലേക്ക് അമ്മ കടന്നിരിക്കുന്നത്. എന്തായാലും അൻസിബ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഈ മറുപടി നൽകുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതൊന്നും അൻസിബ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ലക്ഷ്മിപ്രിയയ്ക്കും ടിനി ടോമിനുമെതിരായ അൻസിബയുടെ പരാതിയിൽ നിയമ നടപടികളും കാര്യങ്ങളും ഒക്കെ തുടരുകയാണ്. ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ കേസെടുക്കാനാവില്ല എന്ന് കഴിഞ്ഞ ദിവസം പോലീസ് അറിയിച്ചിരുന്നു. അതിൽ കോടതിയെ സമീപിക്കാനാണ് അൻസിബ ഒരുങ്ങുന്നത്. അതിനിടെയാണ് ഇപ്പോൾ അമ്മയിൽ നിന്നും ഇത്തരത്തിലൊരു കടുത്ത നടപടി വരുന്നത്. ഈ ഒപ്പം തന്നെ അതിൽ ലിഡിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം അൻസിബ ഈ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചിരുന്നു. അതിൽ ഈ തനിക്കെതിരെ ഉണ്ടായ വർഗീയ പരാമർശങ്ങൾ അത് എടുത്തു പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഈ അമ്മയ്ക്കുള്ളിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിയിട്ടും നടപടി ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തുറന്നു പറയേണ്ടതും ഈ ടിനി ടോമിനൊക്കെതിരെ ഇത്രയ്ക്കും വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ പൊതുസമൂഹത്തോട് പറയേണ്ടി വന്നത്. അപ്പോൾ അൻസിബ ഉയർത്തിയ ആരോപണങ്ങൾ കാണാതെയാണോ അമ്മ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകും എന്ന് ഒരു താക്കീത് നൽകുന്നത്? അനൂപ, അത്തരത്തിൽ തന്നെയായിരുന്നു അൻസിബയുടെ ആദ്യഘട്ടങ്ങളിലുള്ള പ്രതികരണം. പ്രത്യേകിച്ച് ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട പരാതിയിൽ അമ്മ വേണ്ടത്ര നടപടിയെടുത്തില്ല. പ്രത്യേകിച്ച് തന്റെ പരാതി പരിഗണിച്ചില്ല എന്ന് അൻസിബ അന്ന് തന്നെ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള പരാതികൾ സംഘടനയിൽ എടുക്കാൻ സാധിക്കില്ല, അത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, അത് സംഘടനയ്ക്കുള്ളിൽ ചർച്ച ചെയ്യുകയോ അതിന് പരിഹാരം കാണുകയോ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ തന്നോട് പറഞ്ഞത് എന്നുള്ളതാണ് അൻസിബ മുൻപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാരണങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ അമ്മയിൽ നിന്ന് തനിക്ക് നീതി ലഭിച്ചില്ല എന്ന് അൻസിബ മുൻപ് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് അൻസിബ മാധ്യമങ്ങളെ സമീപിക്കുന്നത്. പക്ഷെ അമ്മയുടെ ഒരു പക്ഷമെന്ന് പറയുന്നത് ടിനി ടോമിനെതിരായ പരാതി എന്ന് പറയുന്നത് അത് റിട്ടേണായി അല്ലെങ്കിൽ ഒരു മെയിൽ രൂപത്തിൽ തനിക്ക് ലഭിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതിന് ശേഷമാണ്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചതിന് ശേഷമാണ്, ടിനി ടോമിനെതിരെയുള്ള പരാതി പറഞ്ഞതിന് ശേഷമാണ് അമ്മയിൽ അത്തരത്തിലൊരു മെയിൽ വന്നത് എന്നുള്ളതാണ് അമ്മ സംഘടനാ ഭാരവാഹികളുടെ നിലവിലെ വാദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അമ്മ കടന്നിട്ടുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും തനിക്ക് നീതി ലഭിച്ചിട്ടില്ല സംഘടനയിൽ നിന്ന് എന്ന് അമ്മ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയ ഒരു കമ്മിറ്റി രൂപീകരിച്ചു എന്ന് കൂടി അൻസിബ പറയുന്നുണ്ട്. ഈ അമ്മ പ്രസിഡന്റും അമ്മ സെക്രട്ടറിയും അടങ്ങുന്ന. ശരി, എന്തായാലും മാധ്യമങ്ങളെ കണ്ട് എല്ലാം തുറന്നു പറഞ്ഞതിന് അൻസിബയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അമ്മ നൽകിയിരിക്കുകയാണ്. ഒരു തീയതി പറഞ്ഞിട്ടുണ്ട്, 17-ാം തീയതിയാണ്. 17-ാം തീയതിക്ക് മുമ്പ് മറുപടി നൽകിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.